വെൽക്കം ടു ഹെൽത്തി ലൈഫ്. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്നത്തെ വീഡിയോ കുങ്കുമാതി തൈലത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പണ്ട് തൊട്ടേ അറിയാം, കുങ്കുമാതി തൈലം നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്, നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത ബ്യൂട്ടി പർപ്പസിന് വളരെ നല്ലതാണ് എന്ന് നമുക്ക് പണ്ട് തൊട്ടേ അറിയാം. അപ്പോൾ എന്നാൽ പലർക്കും ഈ നമ്മുടെ ഓയിലി സ്കിന്നാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ ഫുള്ള് റിസൾട്ട് കിട്ടുന്നത് എന്നൊക്കെ ഉള്ള പല ഡൗട്ട്സും എന്നോട് ചോദിക്കാറുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് കുങ്കുമാതി തൈലത്തിൻ്റെ ഗുണങ്ങൾ, അതുപോലെ തന്നെ ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് അത് എങ്ങനെ യൂസ് ചെയ്യണം, എത്ര നേരം യൂസ് ചെയ്യണം, എപ്പോഴൊക്കെയാണ് ടൈം, അത് രാവിലെയാണോ രാത്രിയാണോ യൂസ് ചെയ്താൽ നല്ലത്, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. അപ്പോൾ കുങ്കുമാതി തൈലം എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ ആയുർവേദ പ്രോഡക്റ്റാണ്. നമ്മുടെ അഷ്ടാംഗഹൃദയത്തിലൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള ഒരു ക്ലാസിക്കൽ പ്രോഡക്റ്റാണ്. വളരെ വിശേഷപ്പെട്ട ഇൻഗ്രീഡിയൻസും വളരെ വിശേഷപ്പെട്ട ഒരു ആയുർവേദ പ്രിപ്പറേഷനാണിത്. ഇത് 10 ml ബോട്ടിൽസ് ആണ് കിട്ടുന്നത്. അത്യാവശ്യം കോസ്റ്റ്ലിയുമാണ്. പക്ഷെ കോസ്റ്റ്ലി ആണെങ്കിൽ തന്നെ അത് വേർത്താണ്. അതിനുള്ള വളരെ സവിശേഷപ്പെട്ട ഒരു പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള യൂസസും ഉണ്ടാകാറുണ്ട്. അപ്പോൾ കുങ്കുമാതി തൈലത്തിൽ മെയിനായിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുങ്കുമപ്പൂവിനോടൊപ്പം ചന്ദനം, മഞ്ചട്ടി, ഇരട്ടിമധുരം, രാമച്ചം, നീലോൽപ്പലം, കോലരക്ക്, ആട്ടിൻപാല് എന്നിവ ചേർത്ത് തൈലവിധി പ്രകാരം, അതായത് നമുക്ക് മെഡിക്കേറ്റഡ് ഓയിൽസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക രീതിയുണ്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ആ തൈലത്തിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ തൈലവിധി പ്രകാരം ഉണ്ടാക്കി എടുക്കുന്ന ഒരു വളരെ സവിശേഷപ്പെട്ട പ്രിപ്പറേഷനാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ബേസ് തിലതൈലമാണ്, എള്ളെണ്ണയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു നല്ല പെനിട്രേറ്റിംഗ് പവർ ഉണ്ട്. അതായത് നമ്മുടെ ഇതിൻ്റെ എണ്ണയുടെ ഗുണങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവാനുള്ള ഒരു പവറും കൂടി ഉള്ള ഒരു പ്രിപ്പറേഷനാണിത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗുണങ്ങൾ എന്ത് ആണെന്നും കൂടി നോക്കാം. ഇത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ബെസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് വർണ്ണ്യമാണ്. അതായത് വർണ്ണ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിറം വർദ്ധിപ്പിക്കാനും സ്കിൻ ബ്രൈറ്റൻ ആവാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഇപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക്, അതുപോലെ കാലാവസ്ഥ കാരണമുള്ള ഡ്രൈ സ്കിൻ വരുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ മുഖത്തെ പാട്, പിന്നെ പിഗ്മെൻറ്റേഷൻസ് അതൊക്കെ കുറയ്ക്കും. അതൊക്കെ പോവാൻ നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ മാറ്റാൻ, കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനും സഹായിക്കുന്നതാണ്. ഈ കരിമാങ്കല്യം ഒക്കെ ഉള്ളവർ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാറുണ്ട്. അതിനൊക്കെ നമുക്കിത് യൂസ്ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ പിമ്പിൾസ് വന്ന പാടായിക്കോട്ടെ, അല്ലാതെ നമ്മുടെ മുഖത്ത് വരുന്ന ബ്ലാക്ക് ഹെഡ്സ്, കറുത്ത പാട്, പിഗ്മെൻറ്റേഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് സൺ ടാൻ വന്നിട്ടുള്ള ഒരു കരുവാളിപ്പുണ്ടല്ലോ, അത് മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കണ്ണിലെ ഡാർക്ക് സർക്കിൾസ്, അതായത് കണ്ണിനടിയിലുള്ള കറുപ്പ് നിറം മാറ്റാൻ നമ്മൾ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ മാറ്റാനായിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് ഏജ് റിലേറ്റഡ്, ഇതൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഫൈൻ ലൈൻസ്, ചെറിയതായിട്ടുള്ള ചുളിവുകൾ, റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇതൊക്കെ മാറ്റി നമ്മുടെ ഫേസ് നല്ല എനർജറ്റിക് ആയിട്ട് നല്ല നല്ല ഭംഗിയായിട്ട് വെക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രിപ്പറേഷനാണ് കുങ്കുമാതി തൈലം. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻസ്, കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. പിന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഈവൻ സ്കിൻ ടോണും നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിപ്പിക്കാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിപ്പോൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമുക്കിത് യൂസ് ചെയ്താലാണ് ബെനിഫിറ്റ് കിട്ടുന്നതും കൂടി നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം മുഖം നന്നായി കഴുകുക. അതിനുശേഷം ഇപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്കാണെങ്കിൽ ഒരു 5 to 6 ഡ്രോപ്സ് നമുക്ക് എടുത്ത് നമ്മൾ ഈവനായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം മൈൽഡ് മസാജ് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഒരു 1.5-2 മണിക്കൂർ നമുക്കത് അങ്ങനെ ഇട്ടിരുന്നാൽ മതിയാവും. അതിനുശേഷം നമുക്കിത് ഇളം ചൂടുവെള്ളത്തിൽ കഴുകി ഫേസ് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കാവുന്നതാണ്. അപ്പോൾ ഇത് എപ്പോൾ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെയൊക്കെ നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ പോവാത്തവരാണ്, വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് പകൽ സമയത്ത് ചെയ്യാം.
അതല്ല എങ്കിൽ നമ്മൾ ഓഫീസിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം വൈകിട്ട് സമയത്ത് നമുക്കൊരു 2 മണിക്കൂർ ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്തിട്ടിരുന്നിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഓവർനൈറ്റ് ഇത് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങേണ്ട ആവശ്യം ഒന്നും ഇല്ല. ഇനി നമുക്ക് ഓയിലി സ്കിന്നുള്ളവരുടെ കാര്യമാണ്. അപ്പോൾ പലർക്കും കംപ്ലയിൻസ് ഉണ്ട്, ഓയിലി സ്കിന്ന് ഉള്ളവർ ഇതിട്ടപ്പോൾ പിമ്പിൾസ് കൂടുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയെ യൂസ് ചെയ്യാവുള്ളൂ. അതൊരു 2 to 3 ഡ്രോപ്സ് എടുത്തിട്ട് മൈൽഡായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക, മസാജ് ചെയ്യുക. ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ അത് കഴുകി ഇളം ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വയ്ക്കുക. ഇപ്പോൾ ഇത് ഇങ്ങനെ പിമ്പിൾസ് ഒക്കെ കൂടുന്നതിൻ്റെ കാരണം നമ്മളിത് ഒരുപാട് എടുത്ത് യൂസ് ചെയ്തിട്ട് ഒരുപാട് നേരം അങ്ങനെ അത് ഫേസിൽ ഇട്ടേക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. ഇനി സെൻസിറ്റീവ് സ്കിന്നുള്ളവർ, അപ്പം സെൻസിറ്റീവ് സ്കിന്നുള്ളവരൊക്കെ നമ്മൾ സ്കിന്നിൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അലർജി ഒന്നും ഇല്ലെങ്കിൽ മാത്രം ഇത് വളരെ ചെറിയ 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാവോ എന്നാണ് അടുത്ത ചോദ്യം. കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇപ്പോൾ ഇത് ഡയറക്റ്റ് ഇത് വളരെ സവിശേഷപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആക്കാനും ഗ്ലോ ആക്കാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കുമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇത് ഡയറക്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യാറില്ല. അതിന് പകരം നമുക്ക് കുഞ്ഞുങ്ങളെ തേപ്പിച്ച് കുളിപ്പിക്കുന്ന എണ്ണയുണ്ടല്ലോ, ആ എണ്ണയിൽ ഇപ്പോൾ വെളിച്ചെണ്ണ ആയാലും ഏതെണ്ണയായാലും അതിനകത്ത് ഒരു 2 to 3 ഡ്രോപ്സ് ഇത് ഒഴിച്ചതിന് ശേഷം ആ എണ്ണ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യും. അവരെ തേപ്പിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവരെ സ്കിന്ന് ഹെൽത്തി ആവുകയും നല്ല ഗ്ലോ വർദ്ധിക്കാനും ഒക്കെ അവരെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഇപ്പോൾ ബ്യൂട്ടി പർപ്പസിനാണെങ്കിൽ നമുക്ക് വളരെ നാച്ചുറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, ആയുർവേദ പ്രോഡക്റ്റാണ് കുങ്കുമാതി തൈലം എന്ന് പറയുന്നത്. ഇനി നമ്മളിത് വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 10 ml ബോട്ടിൽസ് അത്യാവശ്യം കോസ്റ്റ്ലിയുമാണ് എന്ന് കരുതി വേറെ ബ്രാൻഡ്സ് ഒന്നും, അതായത് നല്ല ബ്രാൻഡ്സ് നോക്കി വാങ്ങാനും കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് കോട്ടക്കലോ AVPയോ അല്ലെങ്കിൽ വൈദ്യരത്നോ അങ്ങനെയുള്ള ബ്രാൻഡ്സും കൂടി ചൂസ് ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കാം. അതല്ലാതെ കുറച്ച് വില കുറവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ബ്രാൻഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുമല്ല നമ്മൾ സ്കിന്നിലൊക്കെ ഫേസിലൊക്കെ യൂസ് ചെയ്യുന്നതുമാണ്. അപ്പോൾ കറക്റ്റ് നല്ലൊരു ബ്രാൻഡഡ് കുങ്കുമാതി തൈലം കൂടി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് മെയിനായിട്ട് കുങ്കുമാതി തൈലത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഒരു നാച്ചുറൽ ബ്യൂട്ടി പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് വേണ്ട വിധം കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് കുങ്കുമാതി തൈലം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ കോമൻ്റായിട്ട് പറയാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.